നല്ല ഫ്രഷ് മീനാണെങ്കിലേ നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ. അതുപോലെ തന്നെ ദേ ഇങ്ങനെ കറിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പിച്ചി എടുക്കുമ്പോഴേ അതിൻ്റെ ഉള്ളുഭാഗം കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റുമേ. അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫൗസീസ് ഡ്രീംസ് കിച്ചൻ. ഇന്ന് നല്ലൊരു അടിപൊളി മീൻകറിയുടെ റെസിപ്പിയാണ്. മീൻകറി മാത്രമല്ല, മീൻ കട്ട് ചെയ്യുന്ന കൂടി ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇന്ന് നല്ലൊരു ആഗോലി കറിയാണ്. അതിൻ്റെ പൊടിയൊക്കെ വറുത്തരച്ച് വെച്ചിരിക്കുന്ന ആഗോലിക്കറിയാണ് കേട്ടോ. അപ്പം മീൻകറി വെക്കുന്നത് പോലെയും കഴിക്കുന്ന പോലെയും എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യം കൂടിയാണ് മീൻ നല്ല ഭംഗിയിൽ കട്ട് ചെയ്തെടുക്കുക എന്നുള്ളത്. അപ്പം ഞാൻ ഈ മീനൊക്കെ കട്ട് ചെയ്തിടുമ്പോഴത്തേക്കും പലരും എന്നോട് ചോദിക്കാറുണ്ട് ഇതെങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം എന്നൊക്കെ. അപ്പോൾ എനിക്ക് ഏത് മീൻ ചെത്തിയെടുക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. മീനൊക്കെ പൊളിച്ചെടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് പോകും. അപ്പോൾ നല്ല മൂർച്ചയുള്ള കത്തി ഉണ്ടെങ്കിൽ നമുക്കിത് ഇതുപോലെ ചെത്തിയെടുക്കാൻ പറ്റും കേട്ടോ. അത് ഇതിനോട് ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ അത് പഠിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ഈ മീനൊന്ന് ചെത്തിയാണ് എടുക്കുന്നത്. ഞാനിത് ചെത്തിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ മൊബൈലിൽ ചാർജ് പോയി, അതുകൊണ്ട് എനിക്ക് ഫുള്ളായിട്ട് അത് ചെത്തുന്ന ഒരു വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി, ഞാനതിൻ്റെ ഒരു ഫുൾ വീഡിയോ എടുക്കുന്നതായിരിക്കും. അപ്പോൾ അതേ മീൻ ഞാനിതുപോലെ ചെത്തി അതിൻ്റെ സൈഡിലെ മുള്ളും അതിൻ്റെ ചെകിളയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ വലിയ ആകോലി ആയതുകൊണ്ട് ഞാനിങ്ങനെ തലയും വാലും ആദ്യം ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ അതേ നോക്കിക്കുക, നല്ല ഫ്രഷ് മീനാണ് കേട്ടോ. നമുക്ക് മീനിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഫ്ലഷ് കാണുമ്പോഴേ അറിയാം ഇത് നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനാണ്. ഇനി വാലും കൂടി ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി വലിയ ആകോലി ആയതുകൊണ്ടേ നമുക്കിത് ഇതുപോലെ വാർന്ന് കണ്ടിച്ചെടുക്കാം. ഇങ്ങനെയാണ് ഈ മുള്ളിൻ്റെ ആ സൈഡ് വെച്ച് വേണം നമ്മൾ വാർന്ന് കണ്ടിക്കാൻ. ഇനി ഇത് നിങ്ങളുടെ ഇഷ്ടാനുസരണം വലിയ കഷ്ണം വേണമെങ്കിൽ വലുതാക്കി എടുക്കാം, ചെറുതാക്കി വേണമെങ്കിൽ ചെറുതാക്കി എടുക്കാം. ഞാൻ അത്യാവശ്യം മുഴുത്ത കഷ്ണമാക്കി തന്നെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി ഞാനിവിടെ 2 മീനിൻ്റെയും തലയും വാലും ഫുള്ളും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മീനിൻ്റെ ബാക്കി കഷ്ണം സ്ലൈസായിട്ട് എടുത്തിട്ട് ഫ്രൈ ചെയ്യാനാണ് വെച്ചിരിക്കുന്നത്. അത് പിന്നീട് കാണിക്കാം കേട്ടോ. അപ്പം മീനിൻ്റെ തലയും ഈ പൂഭാഗമൊക്കെ എടുക്കുന്നവർ അതിൻ്റെ അകത്തൊരു ഞോള പോലെയൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് പിഴിഞ്ഞ് നല്ല തിരുമ്മി പിഴിഞ്ഞ് കളഞ്ഞെടുക്കുക. അപ്പോൾ ഇനി ഇതിൻ്റെ അരപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.25 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, ഇതെല്ലാം കൂടി നമുക്കിത് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം. നല്ല മൂത്ത വിളഞ്ഞ തേങ്ങയാണെങ്കിൽ തേങ്ങയും കൂടി വറുത്തെടുക്കുന്നത് നല്ലതായിരിക്കും. ഞാനിവിടെ പച്ചക്കാണ് എടുക്കുന്നത്. ഇനി തേങ്ങ ആദ്യം തന്നെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 1 കപ്പ് തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ വറുത്ത പൊടിയും ഒരു 3-4 ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അരക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കാം. ഇനി 3 കഷ്ണം പുളി നമുക്കിത് ഇതുപോലെ ചതച്ചെടുക്കാം. പണ്ടൊക്കെ ഞങ്ങൾ അരക്കാനായിട്ട് കല്ലിലാണ് അരച്ചിട്ടിരുന്നത്. ആ സമയത്ത് ഈ പുളി കൂടി ഈ സൈഡിൽ വെച്ചിട്ട് പോകണ്ട, അരച്ചൊക്കെ കഴിഞ്ഞിട്ടേ ആ അരകല്ലേ വെച്ചിട്ട് ഇതുപോലെ കുത്തി ചതച്ച് അരപ്പിൻ്റെ അകത്തോട്ട് ഇട്ടിട്ടാണ് നമ്മൾ വരുന്നത് കേട്ടോ. അതൊക്കെ ഓർമ്മകൾ മാത്രം. ഇന്ന് വല്ല കാലത്തും ഒന്ന് കല്ലിൽ അരച്ചെങ്കിലായി. കറണ്ട് ഇല്ലെങ്കിൽ പിന്നെ ഞാൻ കല്ലിൽ അരക്കും കേട്ടോ, ഇല്ലെങ്കിൽ മിക്സിയിൽ തന്നെ. അപ്പം നമുക്കിത് അരപ്പ് മീനിലേക്ക് ഇട്ട് കൊടുക്കാം. ആ മിക്സിയുടെ ജാറൊക്കെ കഴുകി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. 4 പച്ചമുളകും കുറച്ച് കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കറിവേപ്പില, പിന്നെ നമ്മൾ ചതച്ച പുളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് എല്ലാം കൂടി കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ കൈ കഴുകിയിട്ട് ആ ഒരിത്തിരി വെള്ളം ഉണ്ടല്ലോ അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഗ്യാസ് അടുപ്പിലാണെങ്കിൽ ഗ്യാസ് അടുപ്പിൽ, അല്ലെങ്കിൽ വിറകടുപ്പിലാണെങ്കിൽ വിറകടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഞാനിവിടെ ഗ്യാസ് അടുപ്പിലാണ് കേട്ടോ തയ്യാറാക്കുന്നത്. കാണുമ്പോൾ അറിയാം, എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ തീ എത്രയും കുറക്കാൻ പറ്റുമോ അത്രയും കുറച്ചിട്ട് അവിടെ ഇരുന്ന് പതുക്കെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നവരെ നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കറിയൊക്കെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പും പുളിയൊക്കെ നോക്കുക, ഉപ്പൊക്കെ ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് വേറൊരു പാനടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. 1 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. കുറച്ച് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കാം. ഉലുവ പൊട്ടിയതിന് ശേഷം ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇതെല്ലാം കൂടി നല്ല ഒരു ഗോൾഡൻ കളറായി വരുന്നവരെ തീ കൂട്ടി വെച്ചിട്ട് കരിച്ച് കളയരുത് കേട്ടോ. ആ സമയത്ത് നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ആ ഗോൾഡൻ കളറായി വരുമ്പോൾ എന്നിട്ട് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ച കറി ഉണ്ടല്ലോ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഈ പാത്രത്തിലൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന കുറച്ച് അരപ്പൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് ആ കറിയിലേക്ക് തന്നെ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ചേക്കണം കേട്ടോ. ഇനി നമ്മൾ ചോറൊക്കെ വിളമ്പൂലേ ആ സമയത്ത് ഇത് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക. എന്നിട്ട് എനിക്ക് ഏത് മീൻ കിട്ടിയാലും എനിക്ക് തലയാണ് കേട്ടോ ഇഷ്ടം. പക്ഷേ ഇപ്പം എൻ്റെ തലതീറ്റിയൊക്കെ എൻ്റെ മോള് ആണിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അവൾ ചോദിക്കും എനിക്ക് തരുമോ തലേന്ന്. ഇപ്പോൾ 2 ആവോലി ഉണ്ടായിരുന്നു. ഒരു തല ഞാൻ ആൻറ്റി വരുന്നുണ്ട്, ആൻറ്റിക്കായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു തല ഞാൻ മേർക്കൂട്ടിന് കൊടുത്തു.
കൊടുത്ത്. ഞാനിന്ന് വാലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഒരു കഷ്ണം വാലും കുറച്ച് ചാറൊക്കെ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ഉമ്മയുടെ സ്പെഷ്യൽ ചക്കക്കുരു ചീര തോരനാണ്. ഇതിൻ്റെ റെസിപ്പി വേണ്ടവർ കമൻറ്റ് ഇട്ടാൽ മതി, ഞാനത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇനി ആ മീൻ കണ്ട ഒന്ന് പിച്ചെടുക്കുമ്പോൾ നല്ല പഞ്ഞി പോലെയാണ് കേട്ടോ ഇരിക്കുന്നത്. അതിൻ്റെ അകമൊക്കെ കണ്ട നല്ല ഉപ്പും പുളിയൊക്കെ പിടിച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇനി കുറച്ച് ചാറും ആ ചോറും ഒക്കെ കൂടി മിക്സ് ചെയ്ത് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടാനും മറന്നു പോകരുത്.